ഇനി വിശ്രമിക്കാൻ ഒരു നിമിഷം പോലും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രവർത്തകർക്ക് ഇല്ല. ഒരു നിമിഷം പോലും നമുക്ക് വിശ്രമിക്കാനില്ല. 20% വോട്ടിൽ നമ്മൾ എത്തി, നമുക്കൊരു ലോക്സഭ MP കിട്ടി. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം വിശ്രമിച്ച് കളയാം എന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. ഇനി ഉറക്കമില്ലാത്ത, വിശ്രമമില്ലാത്ത നാളുകളാണ്. രാവിലെ പകലാക്കി നമുക്ക് അടുത്ത 2 വർഷം 2026 കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാർ, നേതൃത്വം നൽകുന്ന സർക്കാർ ഉണ്ടാവുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഒരു 35 സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാത്ത പരിഹാസങ്ങൾ ഉണ്ടായിരുന്നില്ല. 2024 തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ ഏതാണ്ട് 60 മണ്ഡലങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി 35,000 മുതൽ 75,000 വരെ വോട്ടുകൾ നേടിയിട്ടുള്ള ഏതാണ്ട് 60 മണ്ഡലങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. നിറഞ്ഞ മനസ്സോടെയാണ് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വടക്ക് മുതൽ തെക്ക് വരെ സ്വീകരിച്ചിരിക്കുന്നത്. പരിശോധിച്ചിട്ടുണ്ടാവും പല നിരീക്ഷകന്മാരും മാധ്യമ പ്രവർത്തകരും. ഈ നാട്ടിലെ പട്ടികവർഗങ്ങൾ, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ അവിടെ എല്ലാം വലിയ കുതിച്ചുചാട്ടമാണ്. അത് പട്ടികവർഗ കോളനികൾ താമസിക്കുന്നിടത്തെല്ലാം പട്ടികജാതി സമൂഹം, അതിപിന്നോക്ക ജനവിഭാഗങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം എക്കാലത്തും ഉറച്ചു നിന്നിരുന്ന അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിലെല്ലാം കടന്നു കയറാൻ തീരദേശ മേഖലയായാലും മലയോര മേഖലയായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുഴുവൻ കേരളത്തിലും അങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ. ഞാൻ ധാരാളം തിരക്കുകൾ ഇന്നത്തെ യോഗത്തിലുള്ളത് കൊണ്ട് മന്ത്രിമാർക്കെല്ലാം മറ്റു പരിപാടികളിൽ പോകാനുള്ളത് വിശദമായി ഇവിടെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ നേതൃയോഗവും അടുത്ത ദിവസം ശ്രീമാൻ JP നഡ്ഡാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശാലമായിട്ടുള്ള സംസ്ഥാന നേതൃയോഗം, കേരളത്തിലെ പാർട്ടി മണ്ഡലം അധ്യക്ഷന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കം പങ്കെടുക്കുന്ന വിശാലമായ സംസ്ഥാന നേതൃ സമ്മേളനം ജൂലൈ 9 നമ്മൾ തിരുവനന്തപുരത്ത് ചേരുകയാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും എല്ലാം മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശയ സംഹിതയുമായി, പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള വിശദമായിട്ടുള്ള പ്ലാൻ നമ്മൾ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നമ്മളത് അവതരിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. നാം ഈ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി നടത്തിയ സമരങ്ങളും നീക്കങ്ങളും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൽ നാം കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരായി നടത്തിയ വിശദമായ സമരങ്ങൾ, ശ്രീ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത പദയാത്ര, കണ്ടലയിലും കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ കൊള്ള നടന്ന ബാങ്കുകളിലും നമ്മൾ നടത്തിയ സഹകരണ അദാലത്തുകൾ, പ്രക്ഷോഭങ്ങൾ, അതിനെല്ലാം പരിസമാപ്തി, അതിനുള്ള ഫലം നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള കള്ളപ്പണം മുഴുവൻ, അതിനുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ED കണ്ടുകെട്ടിയിരിക്കുന്നു. ഇത് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിലും CPMന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള, ആരെ പറ്റിച്ച്? പാവങ്ങളെ പറ്റിച്ച്. ഈ ഏറ്റവും സാധാരണക്കാരായവർ നിക്ഷേപിച്ച പണം തട്ടിയെടുത്ത കൊള്ളക്കാരെ പിടിക്കാനുള്ള രീതിയിലേക്ക് അന്വേഷണങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് കരുവന്നൂരിൽ മാത്രം അവസാനിക്കില്ല. കണ്ടലയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലുമെല്ലാം AR ബാങ്കിലുമെല്ലാം നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകൾ മുഴുവൻ അന്വേഷിക്കാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ള സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള നിരന്തരമായ പ്രചരണത്തിന് നേതൃത്വം നൽകാനും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഇടപെടലുകൾ നടത്തും. പിണറായി വിജയനും കുടുംബവും സർക്കാരും നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകളെല്ലാം, അതിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളും പ്രതിഷേധങ്ങളും നിയമ നടപടികളും എല്ലാമായിട്ട് വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ശരിയായ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറും എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുകയാണ്. വരും ദിവസങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ
കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ് ഈ പിണറായി വിജയൻ. അവിടെ ഒന്നും പണമില്ല, ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. കേന്ദ്ര പദ്ധതികൾ മുഴുവൻ അവതാളത്തിലാണ്. ജൽജീവൻ മിഷൻ മുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പണവും കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ചെലവഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. ലൈഫ് മിഷൻ വീടുകൾ പൂർണ്ണമായിട്ടും അത് കൊടുക്കുന്നത് സ്തംഭിച്ചിരിക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകേണ്ട സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവരിപ്പോ ജനവിധി അട്ടിമറിക്കാൻ ഡീലിമിറ്റേഷൻ പേരിൽ ഒരു നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. ഗവർണർ ഇപ്പോൾ അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. പക്ഷെ നാം കാണേണ്ട ഒരു കാര്യം, പ്രതിപക്ഷം ഈ വാർഡ് വിഭജനത്തിന്റെ ഡീലിമിറ്റേഷന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള സർക്കാരിന്റെ ഹിഡൻ അജണ്ടയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. വി ഡി സതീശനും പ്രതിപക്ഷവും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ ബില്ല് ചർച്ചയ്ക്ക് വന്ന സമയത്ത് നിയമസഭയിലേക്ക് വന്നില്ല. അവർക്ക് ശക്തമായ ഒരു ഒബ്ജക്ഷൻ പോലും നിയമസഭയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല. ഈ വാർഡ് വിഭജനവും ഇപ്പോൾ ഡീലിമിറ്റേഷന് വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും ജനവിധിയെ അട്ടിമറിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കീഴടക്കാനുള്ള നീക്കമാണ്. എനിക്ക് കേരളത്തിലെ ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനോടും പറയാനുള്ളത്, കണ്ണിലെണ്ണയൊഴിച്ച് നാം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാവും. നിങ്ങളുടെ തെറ്റായിട്ടുള്ള വാർഡ് വിഭജനവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനുമെതിരായി ജാഗ്രതയോടുകൂടി വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പോടുകൂടി സർക്കാരിന്റെ കള്ളക്കളികൾക്കെതിരായി നമുക്ക് നിതാന്തമായ ജാഗ്രതയും പ്രക്ഷോഭവും ആവശ്യമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ UDF-ന്റെ സഹായത്തോടുകൂടി LDF നടത്തുന്ന നീക്കങ്ങളെ ശരിയായി പ്രതിരോധിക്കാൻ നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്. അതുകൊണ്ട് വരും മാസങ്ങൾ, വരും ദിവസങ്ങൾ വലിയ തോതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. അതിന് ഊർജം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്, മൂന്നാം തവണയും. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറും. 2 മന്ത്രിമാർ, ശ്രീ ജോർജ് കുര്യന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു. 2 മന്ത്രിമാർക്കും കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രിയപ്പെട്ട 2 മന്ത്രിമാർക്കും ശ്രീ നരേന്ദ്രമോദിജി നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്.